ആ പ്ലാനിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 50 ദിവസമാണ് നമ്മുടെ ടോട്ടൽ ഡ്യൂറേഷൻ. 50 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അതിൽ സൈക്കിളിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി ബേസിസിലാണ് ഷെഡ്യൂൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. വീക്കിലി ബേസിസിലാണ് ഷെഡ്യൂൾ പോകുന്നത്. അപ്പോൾ 50 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 7 × 7 എത്രയാണ്? 49 അല്ലേ? 49 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 7-നെ നമ്മൾ എങ്ങനെ കാണുന്നു? 6+1 എന്ന് കാണുന്നു. 6 ദിവസം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും 1 ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? റിവിഷന് വേണ്ടിയും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു സൈക്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം പഠിക്കാൻ എടുക്കുന്നു, 1 ദിവസം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും റിവിഷന് വേണ്ടിയും ഉപയോഗിക്കുന്നു. അങ്ങനെ 7 ആഴ്ചകൾ. 7 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ 49 ദിവസം. 49 ദിവസം കൊണ്ട് സിലബസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നു വിത്ത് കറണ്ട് അഫയേഴ്സ്. അതാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനിലൂടെ നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡെയിലി നിങ്ങൾ എന്ത് കവർ ചെയ്യേണ്ടി വരും? നിങ്ങൾ ഡെയിലി മാത്സ് കവർ ചെയ്യണം, റീസണിങ് കവർ ചെയ്യണം, GK കവർ ചെയ്യണം. GKയുടെ കൂടെ എന്തുണ്ടാവും? കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. നമ്മൾ ടോപ്പിക്സ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരിക്കും, ക്ലാസ്സിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരിക്കും, ഷെഡ്യൂൾ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സിലബസ് അത്രയും റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ദിവസം 49 അല്ലേ ആയിട്ടുള്ളൂ. അവസാനത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് ലഭ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ റിവിഷൻ നടത്താം. എന്ത് ചെയ്യാം? ഫുൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് NTPCയുടെ ക്രാഷ് കോഴ്സിനകത്ത് നമ്മൾ ഇപ്പം ലോഞ്ച് ചെയ്യുന്നത്.